കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പകുതി വില തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷിച്ചാണ് മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. പകുതി വിലയ്ക്ക് ഇരുചക്രം വാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. അനന്തു പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞു. അനന്തകൃഷ്ണനെതിരെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട്. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതിക്കായി അഡ്വക്കേറ്റ് അഗസ്റ്റസ് എസ് മാങ്ങഴ, അഡ്വക്കേറ്റ് റോൺ സെബാസ്റ്റ്യൻ എന്നിവർ ഹാജരായി. കേസിൽ ആരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് കോടതിയിൽ എത്തിയിരുന്നു. പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ വലിയ അനാസ്ഥയുണ്ടെന്ന് ലാലി വിൻസെന്റ് പറഞ്ഞു. ഞാൻ തന്നെയാണ് ലീഗൽ അഡ്വൈസർ. അഗസ്റ്റസിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. കാരണം കണ്ണൂർ കോടതിയിൽ അനന്തുവിൻ്റെ ഒപ്പം വേറൊരു കേസിൽ ഞാൻ പ്രതിയായതുകൊണ്ട് ഞാനത് വാദിക്കുന്നത് മോറലി ശരിയല്ല. അതുകൊണ്ട് അഗസ്റ്റസാണ് വാദിച്ചത്. പക്ഷേ ഞാൻ അഗസ്റ്റസിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ട്. ആ കേസിലൊരു തീരുമാനം എനിക്ക് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞാൽ അനന്തുവിൻ്റെ കേസുകളൊക്കെ ഞാൻ തന്നെയും നോക്കാൻ സാധ്യതയുള്ളൂ. ഇവിടുത്തെ ആപ്ലിക്കേഷനിൽ പ്രധാന പറയാർ എന്തായിരുന്നു? 3 കാര്യങ്ങളാണ്. ഒന്ന്, റെജി എന്ന് പറയുന്ന ഒരു പരാതിക്കാരിയാണ് ഉള്ളത്. ഇൻഡിവിജ്വലാണ്. അനന്തകൃഷ്ണൻ എന്ന വ്യക്തിക്കെതിരെ ഇൻഡിവിജ്വലാണ് പരാതി. ഈ റെജി പറഞ്ഞിരിക്കുന്ന സൊസൈറ്റിയുടെ പേരോ അഡ്രസ്സോ ഡീറ്റെയിൽസോ ഒന്നും FIRലില്ല. അവർ പറയുന്നത് 7.5 കോടി രൂപയുടെ കണക്കുണ്ടെന്നാണ്. റെജി എന്ന വ്യക്തിയുടെ പേരിൽ പോലും 1 രൂപയുടെ അക്കൗണ്ട് പൈസ പോലും ഈ അനന്തകുമാറിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലോ കമ്പനി അക്കൗണ്ടിലോ വന്നിട്ടില്ല. അപ്പോൾ റെജിക്ക് ഒരു വാദിയാകാനുള്ള യോഗ്യതയില്ല. അവർ സൊസൈറ്റിക്ക് വേണ്ടിയാണ് 7.5 കോടി ഉണ്ടെന്നൊക്കെ പ്രമീള ചാനലിരുന്ന് പറയുന്നുണ്ടായിരുന്നു. പ്രമീള പോലും FIRൽ വാദിയല്ല. പ്രമീളയുടെ അതോറിറ്റി പോലും ശരിയല്ല. ഞാൻ പിന്നെ അതൊന്നും അന്നേരം പറയാതിരുന്നത് കേസ് പെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ടാണ്. റെജി കൊടുത്ത പരാതിയിൽ അനന്തകുമാർ എന്ന വ്യക്തിക്കെതിരെ ഇൻഡിവിജ്വലായി കൊടുത്ത പരാതിയിൽ റെജി രൂപ കൊടുത്തു അനന്തകുമാറിൻ്റെ അക്കൗണ്ടിലേക്ക്, അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു എന്ന് യാതൊരു തെളിവും പോലീസിൽ കാണിക്കാതെ കളവായി പറഞ്ഞ ഒരു FIR ആണ്. പോലീസ് എടുത്ത കേസിൽ വലിയ വലിയ അനാസ്ഥകളുണ്ട്. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധിക്ക് ശേഷം പ്രതിയെ തിങ്കളാഴ്ച റിമാൻഡ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.